സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാറായി. മഹത്തായ രണ്ടാം പിണറായി സർക്കാരിൻ്റെ യവനിക വീഴുകയാണ്. പക്ഷേ സർക്കാരിൻ്റെ കാലാവധി കഴിയാറായി എന്ന് കരുതിയിട്ട് ജനക്ഷേമകരമായ പരിപാടികൾക്ക് യാതൊരു ഇടവേളയും പ്രഖ്യാപിക്കാൻ സർക്കാരിന് താല്പര്യമില്ല. അവർക്ക് നല്ല ഉറപ്പുണ്ട്, വീണ്ടും ഈ സർക്കാർ തന്നെ കൂടിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും. മൂന്നാം പിണറായി സർക്കാർ ഉണ്ടാകും. തുടർ ഭരണം എന്ന് പറയുന്നത് തുടർച്ചയായ ഭരണത്തിന് വഴിമാറും. ഇപ്പോൾ ഈ സർക്കാരിനെക്കുറിച്ച് കൊതിക്കറിവ് പറയുന്ന ആളുകളൊക്കെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പിണറായി സഖാവിൻ്റെ അവദാനങ്ങൾ പാടിപ്പുകഴ്ത്തും എന്നുള്ള കാര്യത്തിൽ. ഏതായാലും ജനക്ഷേമകരമായ ഒരു പരിപാടി കൂടി സർക്കാർ വളരെ പെട്ടെന്ന് നടപ്പാക്കിയിരിക്കുകയാണ്. ഈ വിഷയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ചർച്ച ചെയ്തില്ല, മന്ത്രിസഭയിൽ പോലും ചർച്ച ചെയ്തില്ല എന്നാണ് ശത്രുക്കൾ പറയുന്നത്. അതിലെന്തുമാത്രം ശരിയുണ്ടെന്ന് എനിക്കറിയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അജണ്ട മുൻകൂട്ടി പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കും, അതിലെന്തൊക്കെ തീരുമാനം കൈക്കൊണ്ടു എന്ന കാര്യം അപ്പോഴപ്പോഴും അറിയിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയില്ല. ഇതുപോലൊരു തീരുമാനം മന്ത്രിസഭ അറിയാതെ കൈക്കൊള്ളാനുള്ള സാധ്യതയും കുറവാണ്. സംഭവം എന്ന് വെച്ചാൽ, ഈ സംസ്ഥാനത്തെ ബാറുകളുടെ പ്രവർത്തന സമയം രാവിലെ 11 മണി മുതൽക്ക് രാത്രി 11 മണി വരെയാണ്. അത് വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചു. വർദ്ധിപ്പിക്കുക എന്ന വാക്ക് പറഞ്ഞാൽ സഖാക്കൾക്ക് ഇഷ്ടാവില്ല. ബാറുകളുടെ പ്രവർത്തന സമയം പരിഷ്കരിച്ചു എന്ന് പറയുന്നതാണ് കുറച്ചും കൂടി ഉചിതം. പരിഷ്കരിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ബാറുകൾ രാവിലെ 11 മണിക്ക് തുറക്കുന്നു എന്നുള്ള ഒരു അല്പം കൂടി നേരത്തെ തുറക്കും. അതായത് 10 മണിക്ക് തുറക്കും. 10 മണിക്ക് എല്ലാ ബാറുകളും തുറക്കും. അപ്പോൾ കുടിയന്മാർ ഈ രാവിലെ തന്നെ രണ്ടെണ്ണം അടിച്ചില്ലെങ്കിൽ കൈ വിറയ്ക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള വിറ രോഗികളടക്കമുള്ളവർ കാലത്ത് 10 മണിക്ക് ബാറിലെത്തിയാൽ നന്നായിരിക്കും. 9:45 തന്നെ വന്ന് ഗേറ്റിങ്ങിൽ കാത്തു നിൽക്കുന്നതാണ് ഉചിതം. 10 മണിക്ക് ബാറ് തുറക്കും. തുറക്കുമ്പോഴത്തേക്കും ഓടി അകത്ത് കിടക്കാം. ആദ്യം കാണുന്ന ഇരിപ്പിടത്തിൽ ഇരിക്കുകയോ അല്ലെങ്കിൽ കൗണ്ടറിൽ പോയി നിൽക്കുകയോ ചെയ്യാം. അവിടെ ഒരു നാരങ്ങ മുറിച്ച് 16 കഷ്ണമാക്കി അതിൻ്റെ പുറത്ത് കുറച്ച് മുളക് പൊടി ഇട്ട് വച്ചിട്ടുണ്ടാവും. ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്ന സാധനം നേരെ അണ്ണാക്കിലേക്ക് ഒഴിക്കുക. എന്നിട്ട് 4 വിരലും കൂടി ഈ നാരങ്ങയിലൊന്ന് മുക്കിയിട്ട് അത് നാക്കത്ത് വയ്ക്കുക. ഇതാണ് സാധാരണ രാവിലെ 10 മണിക്ക് അല്ലെങ്കിൽ 11 മണിക്കൊക്കെ ബാറുകളിൽ നടക്കുന്ന ഒരു നടപടിക്രമം. അപ്പോൾ ഇപ്പോൾ ഇത് 11 മണി വരെ പാവപ്പെട്ട കുടിയന്മാർ കാത്തു നിൽക്കണം. ഇനി മേലിൽ അതിൻ്റെ ആവശ്യമില്ല. രാവിലെ 10 മണിക്ക് തന്നെ തുറക്കാം. സ്കൂൾ കുട്ടികൾക്കോ കോളേജ് വിദ്യാർത്ഥികൾക്കൊക്കെ ആണെങ്കിൽ ക്ലാസ് കട്ട് ചെയ്ത് കോളേജിൽ നിന്ന് അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് നേരെ ബാറിലേക്ക് പോകും. കറക്റ്റ് 10 മണിക്ക് സ്കൂളിൽ ബെല്ലടിക്കും. 10 മണിക്ക് ബാറിൻ്റെ ഗേറ്റ് തുറക്കും. അവിടെ നിന്ന് 2 അടിച്ചിട്ട് ഉച്ചയാകുമ്പോൾ ക്ലാസ്സിലേക്ക് പോയി, അല്ലെങ്കിൽ ഒരു 2 കൂടി അടിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോൾ വീട്ടിലേക്ക് പോയി ചെയ്യാം. അപ്പോൾ ഏതായാലും വളരെ നല്ല പരിപാടിയാണ് ബാറിൻ്റെ സമയം ദീർഘിപ്പിച്ചത് അഥവാ പരിഷ്കരിച്ചത്. രാവിലെ 11 മണി എന്നുള്ളത് 10 മണിയാക്കി. അതുപോലെ ഇത് അടക്കുന്ന സമയം അത് സ്കൂൾ കുട്ടികൾക്കല്ല, മുതിർന്ന കുടിയന്മാർക്കാണ്. പകലന്തിയോളം പാടുപെട്ട് പണിയെടുത്ത് കൈ കിട്ടുന്ന കാശുമായിട്ട് തിരിച്ച് വന്ന വഴിക്ക് ബാറിൽ കയറി അല്പം ഒന്ന് ഉല്ലസിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ഉല്ലാസചിത്തന്മാരായ ആളുകൾ ഇപ്പോൾ 11 മണിക്ക് ബാർ അടച്ച് പോകണം. 11 മണിക്ക് ബാർ അടച്ചില്ലെങ്കിൽ ഇവരെ പിടിച്ച് പുറത്താക്കും. ഇനി മേലിൽ ആ ഒരു ദുസ്ഥിതി ഉണ്ടാകുകയില്ല. 12 മണി വരെ, അതായത് അർദ്ധരാത്രി 12 മണി വരെ ബാറുകൾ തുറന്ന് പ്രവർത്തിക്കും. ഏത് മദ്യപനും അവൻ്റെ താല്പര്യം അനുസരിച്ച് ബ്രാൻഡിയോ വിസ്കിയോ റമ്മോ ജിന്നോ വോഡ്ക എന്താ വെച്ചാൽ ഓർഡർ ചെയ്യാം. ഓർഡർ ചെയ്യുകയും ചെയ്യാം. അത് കുടിച്ച് തീർത്തതിന് ശേഷം മാത്രം ബാർ വിട്ട് പോയാൽ മതി. അങ്ങനെ 12 മണി വരെ ദീർഘിപ്പിക്കുന്ന ഒരു വലിയ മനുഷ്യത്വപരമായിട്ടുള്ള നടപടിയാണ്. കാരണം എന്ന് വെച്ചാൽ 11 മണിക്ക് കുടി നിർത്തി പോകുന്ന ഒരു പാവം കുടിയൻ അവൻ്റെ ഉള്ളിൽ പിന്നെ സ്ഥലം ഉണ്ടാവും. അല്ലെങ്കിൽ രാവിലെ കഴിച്ച് കൂടാതെ വൈകുന്നേരത്തെ അടി ശരിക്കും നടന്നുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാധുക്കളുടെ അല്ലെങ്കിൽ അധ്വാനിക്കുന്നവരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സമയം രാവിലെ 10 മുതൽ രാത്രി 12 വരെ, അർദ്ധരാത്രി വരെ നീട്ടി ഇപ്പോൾ സർക്കാർ ഉത്തരവായിട്ടുള്ളത്. ഇത് വളരെ ജനോപകാരപ്രദമായൊരു തീരുമാനമാണ്. അതിന് നമ്മൾ മന്ത്രി രാജേഷിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. രാജേഷിനെ കൊണ്ട് ഈ തീരുമാനം എടുപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ചാക്ക് രാധാകൃഷ്ണനോ അല്ലെങ്കിൽ പിണറായി വിജയനോ അവരെ നമുക്ക് മറക്കാൻ പറ്റില്ല. കാരണം ഈ പാവപ്പെട്ട ബാറുകാരുടെ കാശ് കൊണ്ടാണല്ലോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടത്തും. ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. അപ്പോൾ ഇപ്പം കിട്ടുമ്പോഴേ കിട്ടുകയുള്ളൂ. ഈ സർക്കാർ മാറി കഴിഞ്ഞാൽ ബാറിൽ പോയി ചോദിച്ചാൽ അവർ വല്ല നക്കാപ്പിച്ചം കൊടുക്കാതിരിക്കുകയും ചെയ്യും. നേരെ മറിച്ച് ഇപ്പോഴാണെങ്കിൽ അവർക്കൊരു ഉപകാരമായി, ഇവർക്ക് അത്യാവശ്യം വരുമാനത്തിന് മാർഗവുമായി. തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ കാശ് വേണമല്ലോ, എന്തിനും കാശ് വേണം. അപ്പോൾ ഇങ്ങനൊരു സന്ദർഭത്തിൽ ധീരമായ പുരോഗമനോന്മുഖമായൊരു നടപടി സ്വീകരിച്ച നമ്മുടെ സർക്കാരിനെയും പ്രത്യേകിച്ച് മന്ത്രി രാജേഷിനെയും അദ്ദേഹത്തിന് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്ന
പ്രിയങ്കരനായ കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെയും എത്ര അഭിനന്ദിച്ചാലും മതി വരികയോ കൊതി തീരുകയോ ഇല്ല. രണ്ടുപേരെ അനുമോദിക്കുന്നു. മേലിലും ഇതുപോലുള്ള പരിപാടികൾ തുടർന്ന് നടത്തണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു.